സാറ് 86,143 കോടിയുടെ പദ്ധതിയാണ് കിഫ്ബി പ്രഖ്യാപിച്ചത് എന്നാണ് അംഗീകരിച്ചത് എന്നാണ് ബഹുമാനപ്പെട്ട മന്ത്രിയുടെ മറുപടിയിൽ പറഞ്ഞത്. അതിൽ 29,000 കോടി രൂപ ചെലവഴിച്ചു എന്ന് പറയുന്നു. സാറ്, ഈ കഴിഞ്ഞ ബഡ്ജറ്റിലടക്കം വലിയ പദ്ധതികൾ വീണ്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഈ പ്രഖ്യാപിക്കുന്ന പദ്ധതികളെല്ലാം 2,000 കോടി, 1,500 കോടി ഭൂമി ഏറ്റെടുക്കലുമായി ബന്ധപ്പെട്ടൊക്കെയുള്ള പദ്ധതികളാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഇപ്പോൾ കിഫ്ബിയുടെ വായ്പ എടുക്കൽ കേന്ദ്രം കടമെടുപ്പിൻ്റെ പരിധിയിൽ കൊണ്ടുവന്നത് മൂലമുള്ള സാമ്പത്തിക പ്രതിസന്ധി ബഹുമാനപ്പെട്ട മന്ത്രി പറയുകയും ചെയ്യും. സാർ, എൻ്റെ ചോദ്യം, ഈ 86,000 കോടി രൂപയുടെ പദ്ധതി അംഗീകരിച്ച് പ്രഖ്യാപിച്ച് മുന്നോട്ട് പോവുകയും ആ പദ്ധതികൾ തുടങ്ങുകയും ചെയ്യുകയും ഇതിൻ്റെ ഫണ്ട് ലഭ്യത ഉറപ്പുവരുത്തുന്നതിന് ധനകാര്യ വകുപ്പ് എന്ത് നടപടിയാണ് സ്വീകരിച്ചിട്ടുള്ളത്? ഫണ്ട് ലഭ്യത ഉറപ്പുവരുത്തിയില്ലെങ്കിൽ ഈ തുടങ്ങുന്ന പദ്ധതികൾ ഭരണ പ്രതിപക്ഷ വ്യത്യാസമില്ലാതെ പ്രതിസന്ധിയിലാവുകയും കേരളത്തിൽ ഒരു പശ്ചാത്തല വികസന രംഗത്ത് ഒരു ഗുരുതര പ്രതിസന്ധിയായി അത് മാറുകയും ചെയ്യുന്ന സാഹചര്യം സർക്കാർ മനസ്സിലാക്കിയിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ അത് മറികടക്കാനുള്ള എന്ത് മാർഗമാണ് സർക്കാർ ആലോചിക്കുന്നത്? സാർ, അദ്ദേഹം പറഞ്ഞതുപോലെ 86,000-ലധികം കോടി രൂപയുടെ പദ്ധതികൾ കിഫ്ബി പൊതുവിൽ അംഗീകരിച്ചിട്ടുണ്ട്. ആ അംഗീകരിച്ച പദ്ധതികൾക്ക് ഘട്ടം ഘട്ടമായിട്ടാണ് നടപ്പിലാക്കുന്നത്. പലതും നമ്മൾ ഒരുമിച്ച് നടത്തി തീർക്കാൻ കഴിയുന്ന പ്രായോഗികമായ പ്രശ്നങ്ങളുണ്ട്. സാർ, ഇതിനകത്ത് ഞാൻ പറഞ്ഞു, ഇതിനകത്ത് ഫണ്ടിൻ്റെ ലഭ്യതയുടെ പ്രശ്നം കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ നിലപാടുകൾ കാരണം വന്നിട്ടുണ്ട്. സാർ, ഈ ഗവൺമെൻറ് വരുന്നതിന് തൊട്ട് മുമ്പ് ഈ കിഫ്ബി പദ്ധതി നടപ്പിലാക്കിയപ്പോൾ കിഫ്ബിയെ സംബന്ധിച്ചുള്ള കാഴ്ചപ്പാട് അടുത്ത 10, 15, 20 വർഷങ്ങൾ കൊണ്ട്, അല്ലെങ്കിൽ 10-15 വർഷം കൊണ്ട് പൂർത്തീകരിക്കാവുന്ന പദ്ധതികൾ ആദ്യം തന്നെ പണം ചെലവഴിച്ച് ചെയ്യുകയും, നമ്മളെല്ലാം സിമ്പിൾ ലോജിക്ക് അനുസരിച്ച് നമ്മുടെ വീട്ടിലോ നാട്ടിലോ ചെയ്യുന്നത് പോലെ ഒരുമിച്ച് പണം മുടക്കി ഒരു വീട് നിർമ്മിക്കുക, അല്ലെങ്കിൽ ഒരു വണ്ടി മേടിക്കുക തുടങ്ങിയ കാര്യം ചെയ്തിട്ട് പണം ഘട്ടം ഘട്ടമായി കൊടുത്തു തീർത്തു കഴിഞ്ഞാൽ ബാധ്യത കുറയും. കാരണം ഇന്ന് മുടക്കുന്ന 100 രൂപയുടെ സാധനം 10 വർഷം കഴിഞ്ഞ് മേടിക്കണമെങ്കിൽ ചിലപ്പം 200 രൂപ, 250 രൂപയാവും. ആ കണക്കനുസരിച്ചാണ് സാർ ഇത് ചെയ്തത്. ഗവൺമെൻറ് ഗ്യാരണ്ടിയിൽ തിരിച്ചടയ്ക്കാൻ പറ്റുക എന്നുള്ള കാര്യമുണ്ടായിരുന്നു. സാർ, അങ്ങനെ ഈ കഴിഞ്ഞ വർഷങ്ങളിൽ ഗവൺമെൻറ് ഈ പണം കൃത്യമായി അടച്ചിട്ടുണ്ട്. ഞാനിവിടെ പറഞ്ഞല്ലോ, 29,000 കോടി രൂപ സംസ്ഥാന ഖജനാവിൽ നിന്ന് തന്നെ കൃത്യമായിട്ട് ഈ ഓരോ വർഷവും കൃത്യമായി കൊടുത്ത പണം തന്നെ ഇതിൻ്റെ കണക്കുകളുണ്ട്, കൃത്യമായി കൊടുത്തിട്ടുണ്ട്. വലിയ വിവാദം ഉണ്ടാക്കിയ മസാല ബോണ്ട് ഉണ്ടല്ലോ, ആ മസാല ബോണ്ട് മുഴുവനും അടച്ചു തീർന്നതാണ്, തിരിച്ചടച്ചു. 29/3/2024 ആ കടം മുഴുവൻ തിരിച്ചടച്ചു. അപ്പോൾ എടുക്കുന്ന കടം ഘട്ടം ഘട്ടമായിട്ട് അടയ്ക്കണം, കാര്യങ്ങൾ ചെയ്യണം. ഇങ്ങനൊരു സിസ്റ്റമാണുള്ളത്. പക്ഷേ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ നിലപാട് വളരെ പെട്ടെന്ന് മാറ്റി തീരുമാനമെടുത്തതുകൊണ്ട് 2021-22 മുതൽ അവർ ഈ നേരത്തെ എടുത്ത കടം മുഴുവൻ നമ്മുടെ മറ്റ് ബോറോയിങ്ങിൽ പെടുത്തി. സാർ, എനിക്ക് മറച്ചു വെക്കാനൊന്നുമില്ല സാർ. ഈ വർഷം മാത്രം 12,500 കോടി രൂപയാണ് സാർ നമുക്കുള്ള ബോറോയിങ് എന്ന് പറയുന്നത്. 30,000, 32,000, 35,000 കോടി രൂപ ബോറോയിങ് കിട്ടുന്നതിനകത്ത് 12,500 കോടി രൂപ ബോറോയിങ് പോകുന്നു എന്ന് പറഞ്ഞാൽ എത്രത്തോളം സർക്കാരിന് ബാധ്യത ഉണ്ടാവും? സാർ, 3-4 വർഷം ഈ 12,500 കോടി രൂപ വെച്ച് കിട്ടിക്കഴിഞ്ഞാൽ 4 വർഷമാണെങ്കിൽ 50,000 കോടി രൂപയായില്ലേ സാർ? അപ്പോൾ ഈ തരത്തിൽ കേന്ദ്ര ഗവൺമെൻറ് മനഃപൂർവ്വം ശ്വാസം മുട്ടിക്കുന്ന നിലപാടുണ്ട്. ഇത് കേരളത്തിൽ വരേണ്ട അടിസ്ഥാന നിക്ഷേപ പദ്ധതികളെയാണ് ബാധിക്കുന്നത്. എന്നാൽ കിഫ്ബിയുടെ പ്രവർത്തനത്തിൽ അത് ബാധിക്കാതെ കൊണ്ടുപോകാൻ ശ്രമിക്കുന്നുണ്ട്. ഈ പദ്ധതികളെല്ലാം നമ്മൾ തീരുമാനിച്ച പദ്ധതികൾ, പലതും 20,000 കോടിയോളം ലാൻഡ് അക്വിസിഷനാണ്. അതിൻ്റെ പ്രോസസ്സ് നടന്നു വന്നിട്ടാണ് ഓരോ ഘട്ടം എടുക്കുക. വലിയൊരു പദ്ധതിക്ക് വേണ്ടി പണം നിശ്ചയിച്ച് തീരുമാനിച്ചു കഴിഞ്ഞാൽ അത് പൂർത്തീകരിക്കാനുള്ള സമയമെടുക്കും. ഇങ്ങനെയുള്ള താമസമല്ലാതെ മറ്റു കാര്യങ്ങളില്ല. എന്തായാലും കിഫ്ബിയെ തകർക്കാനായിട്ടും അത്തരമൊരു മോഡലിനെ തകർക്കാനുമായിട്ടുള്ള ശ്രമങ്ങൾ നമ്മൾ അനുവദിക്കാൻ പറ്റില്ല. എന്നാൽ പ്രായോഗികമായി ബുദ്ധിമുട്ട് വന്നിട്ടുണ്ട്. ഇത്രയും പണം ഒരു വർഷം 12,500 കോടി കുറയുക എന്ന് പറഞ്ഞാൽ മിക്കവാറും ആനുകൂല്യങ്ങൾ കൊടുക്കാനുള്ള പണം അതിൻ്റെ ആ തുക വരും. അപ്പോൾ ഇത് കേന്ദ്ര ഗവൺമെൻറ് മനഃപൂർവ്വമായിട്ടൊരു താല്പര്യം ഉണ്ടാക്കി ഇങ്ങനെ ചെയ്യുന്നതാണ്. ദൗർഭാഗ്യവശാൽ പ്രതിപക്ഷം അതിൻ്റെ അതേ ബാൻഡ് വാഗണിൽ ചേർന്നിട്ട് ട്രംപറ്റ് അടിച്ചിട്ട് ഇത് കൊടുക്കണ്ട എന്ന് പറയുന്നത് ശരിയല്ല എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. കേരളത്തിൻ്റെ താല്പര്യം സംരക്ഷിക്കാൻ ഒരുമിച്ച് നിൽക്കേണ്ടതാണ് ഇത്തരം കാര്യത്തിൽ എന്നുള്ളതാണ്.